1,25,000 രൂപ. ഇതെനിക്ക് അപ്ലൈ പോലും ചെയ്യാണ്ട് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനിൽ വന്ന ലോൺ ഓഫർ ആണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതൊരു ലോൺ ആപ്ലിക്കേഷൻ അല്ല, ക്രെഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. പലർക്കും അറിയായിരിക്കും. ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ചെയ്യാനും അതുപോലെ UPI ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ക്രെഡ് എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ ലോൺ അപ്രൂവ് ആയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിന്റെ വീഡിയോ ആയിരുന്നു. പക്ഷെ കറന്റ് എനിക്ക് ഇപ്പോൾ വിത്തൗട്ട് ഒരു പ്രൂഫും കൊടുക്കാണ്ട്, ഇൻകം പ്രൂഫോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് 1,25,000 ഇതിനകത്ത് അപ്രൂവ് ആയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ ക്രെഡ് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെ UPI ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ഒക്കെ അടയ്ക്കാൻ മറക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് റിമൈൻഡർ വരും. പ്രോപ്പർ ആയ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ എല്ലാ കാർഡിന്റെ പേയ്മെന്റ്സ് നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ റീപേ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യാനാണ് ഈ ആപ്ലിക്കേഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ അകത്ത് പ്രീ അപ്രൂവ്ഡ് പോലെ കാണിക്കുന്ന ലോൺ ഓഫറാണ്. അതുകൊണ്ട് നിങ്ങൾ ലോണിന് വേണ്ടി മാത്രമായിട്ട് ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്തില്ല. നിങ്ങൾ ഓൾറെഡി യൂസർ ആണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ കാണാൻ ചാൻസ് ഉള്ളൂ. ഇനി യൂസർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് റീപേയ്മെന്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ വലിയ താമസമില്ലാണ്ട് കിട്ടുന്നതായിരിക്കും. സോ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ ക്രെഡിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസിലാണ് വരുന്നത്. അവിടെ നമുക്ക് 1,25,000 ഒരു ഓപ്ഷൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്, ക്യാഷ് എന്നുള്ള രീതിയിൽ. താഴെയായിട്ട് നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നോർമൽ UPI പേയ്മെന്റ്സിന്റെ ഒക്കെ. അത് നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. ആ 1,25,000 ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അവിടെ അതുപോലെ തന്നെ മോറുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മണി മാറ്റേഴ്സിന്റെ അതായത് ക്യാഷ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ 0 ഡോക്യുമെന്റേഷൻ, 0 ഫോർക്ലോസ് ചാർജ്, 0 ഹിഡൻ ചാർജ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ടേക്ക് എ ലുക്ക് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അവിടെ നമുക്ക് 1,25,000 സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 2,000 തൊട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എത്ര എമൗണ്ട് ആണ് ആവശ്യം ആ എമൗണ്ട് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ താഴെയായിട്ട് നമുക്ക് ലെൻഡിംഗ് പാർട്ണർ ആണെന്ന് കാണിക്കും. അതുപോലെ നമുക്ക് 48 മാസം വരെയാണ് തിരിച്ച് റീപേയ്മെന്റ് വരുന്നത്. ഈ ഒരു ചെറിയ എമൗണ്ടിന് ഇത്രയും വലിയ ടെന്യൂർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. 19.49% ആണ് ആനുവലി വരുന്നത്. അതായത് 1.6 സംതിങ് പെർ മന്ത് ഇൻട്രസ്റ്റ് വരും. അത് നമ്മുടെ ലോൺ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. നമ്മുടെ ലെൻഡേഴ്സ് അനുസരിച്ച് മാറ്റം വരും. എനിക്കിപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിലാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റിൽ അപ്രൂവ് ആയിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത ഇൻട്രസ്റ്റ് ആണ്. ഇൻകം പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് ഒരു 19 അല്ലെങ്കിൽ 1.3% എന്നൊക്കെ 6% എന്നൊക്കെ പറഞ്ഞ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലോണിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. എത്ര എമൗണ്ട് അപ്രൂവ് ആയിട്ടുണ്ട്, എത്ര എമൗണ്ട് അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആകും, എത്ര റീപേ ചെയ്യണം, എത്ര ഇൻട്രസ്റ്റ് വരും, എത്ര പ്രോസസിംഗ് ഫീസ് വരും പോലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും. സോ അത് ജസ്റ്റ് വായിച്ച് നോക്കി ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെന്യൂർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ EMI ഡേറ്റ് നമുക്ക് മാനുവലി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പറ്റുന്ന ഒരു EMI ഡേറ്റ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് ഉണ്ടല്ലോ, അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടി, അതും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം എഗ്രിമെന്റിന്റെ അകത്ത് കാണിക്കുന്ന പോലെ നമുക്ക് എന്താണ് EMI ഡേറ്റ് അന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് EMI കട്ട് ആയിക്കോളും, ഡെബിറ്റ് ആയിക്കോളും. ഇങ്ങനെയാണ് ഇതിനകത്ത് ലോൺ കിട്ടുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ഓഫറാണ്, പ്രീ അപ്രൂവ്ഡ് ഓഫർ എന്ന രീതിയിൽ കിട്ടുന്നതാണ്. അല്ലാണ്ട് നമുക്ക് മാനുവൽ ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചാൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓൾറെഡി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ക്രെഡ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയുടെ വരാം. ബൈ.